വീണ്ടും വീണ്ടും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ നാണം കെടുകയാണ്. ഇറാൻ US ചർച്ചയിൽ മധ്യസ്ഥത റോളിൽ പാകിസ്ഥാനെ തീരെ പ്രതിഷ്ഠിപ്പിക്കാൻ ഇവർക്ക് താല്പര്യമില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പാകിസ്ഥാനെ തീരെ വിശ്വാസമില്ല എന്ന് വ്യക്തമാക്കിയ ഇറാൻ ആകട്ടെ നയതന്ത്ര ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ അനുയോജ്യരല്ല എന്നതായിരുന്നു വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ ഇറാന്റെ നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമാണെങ്കിൽ പോലും മധ്യസ്ഥത വഹിക്കാനുള്ള വിശ്വാസ്യത അവർക്കില്ല എന്ന് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മീഷൻ വക്താവ് കൂടിയായ റസായിയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഒമാൻ മുതൽ ഇസ്ലാമാബാദ് വരെ സന്ദർശിച്ചുകൊണ്ട് ചർച്ചകൾ സജീവമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭരണകൂടത്തിനകത്തു നിന്ന് തന്നെ പാകിസ്ഥാനെതിരെയുള്ള ഈ വിമർശനം നേരിടേണ്ടി വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ഒരു രീതി അത് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ ചില കാര്യങ്ങൾ, അതായത് പാകിസ്ഥാന്റെ ആ ഒരു നിഷ്പക്ഷതയിൽ കടുത്ത സംശയം പ്രകടിപ്പിച്ച ഇറാനിയൻ പാർലമെന്റ് അംഗം ഇബ്രാഹിം റൈസിയാണ് ഇത്തരത്തിൽ ഈ വിഷയം പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പലപ്പോഴും പാകിസ്ഥാൻ അമേരിക്കൻ താല്പര്യങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുകയാണ് എന്നും ലെബനൻ വിഷയത്തിലും ഇറാന്റെ മരവിപ്പിച്ച അസ്ഥികൾ വീണ്ടുകിട്ടുന്ന കാര്യത്തിൽ പോലും വാഷിംഗ്ടണിനെ പരിഹാസ്യമായി തന്നെ വിമർശിക്കാൻ ഇസ്ലാമാബാദ് തയ്യാറാകുന്നില്ല എന്ന് പോലും ഇവിടെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരു മധ്യസ്ഥൻ എപ്പോഴും അവിടെ നിഷ്പക്ഷനായിരിക്കണമെന്നും അല്ലാത്തത് ഒരു വശത്തേക്ക് മാത്രം ചാഞ്ഞു നിൽക്കുന്നവരാകരുത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി തന്നെ ഇസ്ലാമാബാദിൽ തങ്ങി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും ആർമി ചീഫ് അസീം മുനീറുമായും അറാഖ്ചി ചർച്ചകൾ നടത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ, US നാവിക ഉപരോധം നീക്കൽ, അതേപോലെ യുദ്ധാധിഷ്ഠിത പരിഹാരം തുടങ്ങിയ വിഷയങ്ങളാണ് ഇറാൻ പ്രധാനമായും ഇവിടെ ഉന്നയിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിലെ ചർച്ചകൾ വലിയ പുരോഗതി ഇല്ലാതെ തന്നെ അവസാനിച്ചതോടുകൂടി തന്നെ അറാഖ്ചി ആകട്ടെ റഷ്യൻ സന്ദർശനത്തിനായി തന്നെ പുറപ്പെട്ടു. അതേസമയം പാകിസ്ഥാൻ വഴിയുള്ള ചർച്ചകളിൽ പുരോഗതി ഇല്ലാത്ത സാഹചര്യത്തിൽ പുതിയ നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാന് ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടണമെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. അവർക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഫോണിൽ വിളിക്കാം, ഞങ്ങളുടെ പക്കൽ മികച്ച സുരക്ഷിത ലൈനുകളുണ്ട് എന്നതായിരുന്നു അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത്. പാകിസ്ഥാനിലേക്ക് അയക്കാൻ തീരുമാനിച്ച പ്രതിനിധി സംഘത്തെ ട്രംപ് അവിടെ പിൻവലിച്ചതായും മേഖലയിൽ ചർച്ചകൾ വഴിമുട്ടിയതായി തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നതും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ റഷ്യയുമായി ഇറാൻ നടത്തുന്ന ചർച്ചകൾ ഈ നയതന്ത്ര യുദ്ധത്തിൽ വലിയ രീതിയിൽ നിർണായകമായി തന്നെ ഭവിക്കുമെന്നതും സംശയമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.